ഞാനിന്ന് രാവിലെ തന്നെ ചുണ്ട ഗ്രൗണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഒരു പുതിയ വാഹനത്തിൻ്റെ വിശേഷമായിട്ടാണ്. ഇതാണ് നിങ്ങൾക്കറിയാവുന്ന പോലെ പുതിയ ചേതക്കിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനായ 3501 എന്ന പറയുന്ന മോഡലാണ് ഇപ്പോൾ എൻ്റെ മുമ്പിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഏകദേശം ഒരു 200 കിലോമീറ്ററിൻ്റെ അടുത്ത് ഈ വാഹനം ഓടിച്ച് കഴിഞ്ഞു. അപ്പം എനിക്ക് തോന്നിയ കുറച്ച് അനുഭവങ്ങളും എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും മാത്രമാണ് ഇതിനകത്ത്. അല്ലാണ്ട് ടെക്നിക്കലായിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് എങ്ങനെയായിരുന്നു ഈ വാഹനം എന്നുള്ളതാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പം ഡിസൈൻ വലിയ രീതിയിലൊരു മാറ്റങ്ങളൊന്നുമില്ല, പണ്ടത്തെ പോലെ തന്നെയാണ്. കുറച്ച് നീളം ലെങ്ത്ത് കുറച്ച് കൂടിയിട്ടുണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. സീറ്റിൻ്റെ കാര്യത്തിലൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ലെതർ ഫിനിഷുള്ള സീറ്റാണ്. ഇവിടെയൊക്കെ നല്ല ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഡ്രൈവർക്ക് ഗ്രിപ്പുള്ള രീതിയിലുള്ള നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. സ്റ്റിച്ചിങ് ഒക്കെ നല്ല ക്വാളിറ്റി സ്റ്റിച്ചിങ് തന്നെ. എന്ത് തന്നെയായാലും ബജാജിൻ്റെ ബിൽഡ് ക്വാളിറ്റി, പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നന്നായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി സീറ്റിൻ്റെ ലെങ്ത്ത് കൂടിയിട്ടുണ്ടെന്ന് വേണം പറയാൻ. അപ്പോൾ മുമ്പത്തെക്കാൾ കുറച്ചും കൂടി ലെങ്ത്ത് കൂടിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ ഈ സപ്പോർട്ടൊക്കെ നല്ല ക്വാളിറ്റി തന്നെയാണ് ബജാജ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെയുള്ളൊരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചേതക്ക് ഇങ്ങനെ ഒരു ആനിമേഷൻ രീതിയിലൊരു സ്റ്റിക്കർ, അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിൻ്റെ മേലെ വീണ്ടും ഒരു സ്റ്റിക്കർ കൂടി പതിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു ഭംഗി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സ്പോട്ടി ആയിട്ടുള്ള മറ്റൊരു സ്റ്റിക്കർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വണ്ടിക്കൊരു പ്രത്യേക രീതിയിലുള്ള ഭംഗി കൊടുക്കുന്നുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ പറയാനുള്ള ഏറ്റവും വലിയ പ്രത്യേകത, ഈ 3501 എന്ന മോഡലിന് കീലെസ് എൻട്രിയാണ്. നമുക്ക് കീ ഇല്ലാതെ തന്നെ വാഹനത്തിന് കീ അടുത്തുണ്ടായാൽ തന്നെ മതി. ഒറ്റ ടാപ്പ് തന്നെ എന്ത് ചെയ്യുന്നു, ഡിസ്പ്ലേ തുറന്നു വരുന്നു ഈ രീതിയിൽ. അപ്പോൾ ഡിസ്പ്ലേയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും എന്തൊക്കെയുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഏകദേശം നമുക്ക് 99% ചാർജ് ഉണ്ട്. അതുകൊണ്ട് 131 കിലോമീറ്റർ ഓടാമെന്നാണ് ഇപ്പോൾ കമ്പനി പറയുന്നത്. അതുപോലെ ഓഡോമീറ്റർ നമ്മൾ എത്ര കിലോമീറ്റർ, 193 കിലോമീറ്ററാണ് ഇതുവരെയായിട്ട് ഓടിയിട്ടുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതൊരു TFT സ്ക്രീനാണ്, 5 ഇഞ്ചിൻ്റെ TFT. സൈഡ് സ്റ്റാൻഡ് നമ്മൾ ഡൗൺ ചെയ്താൽ മാത്രമേ ടച്ച് പ്രവർത്തിക്കുള്ളൂ. ടച്ചിൻ്റെ ബാക്കി കാര്യങ്ങളിലൊക്കെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം ഇതിൻ്റെ സ്വിച്ചുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നല്ല ക്വാളിറ്റിയുള്ള സ്വിച്ചുകളാണ്. ഇത് ടേൺ ഇൻഡിക്കേറ്ററാണ്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഡിം, ബ്രൈറ്റ് ലൈറ്റിൻ്റെ ഹോണ് എല്ലാം നല്ല ഒരു ബിൽഡ് ക്വാളിറ്റി തന്നെ ബജാജ് വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നല്ലൊരു മെറ്റൽ ക്വാളിറ്റി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒറ്റൊരു പാർട്ടായിട്ട് ഇങ്ങനെ ഒരു അച്ച് വാർത്തെടുത്ത പോലെ നിർമ്മിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ ടെയിൽ ഇൻഡിക്കേറ്ററൊക്കെ നല്ലൊരു രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഒരു ഒഴുകി വരുന്ന രീതിയിൽ, ഇൻഡിക്കേറ്റർ ഇങ്ങനെ ഒഴുകി വരുന്ന രീതിയിൽ നമ്മളിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. പിന്നെ മുമ്പത്തെ ഹെഡ്ലൈറ്റ് ആണെങ്കിലും നല്ല പ്രകാശം തരുന്ന ഹെഡ്ലൈറ്റുകളാണ്. ഇപ്പം പകലാണ് ഇപ്പോൾ ഓണായിട്ടുള്ളത്, ഇപ്പം ബ്രൈറ്റിലല്ല ഉള്ളത്. രാത്രിക്കൊക്കെ നല്ല പ്രകാശം തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ്, LED ഹെഡ്ലൈറ്റ് തരുന്നത്. അപ്പോൾ ഇനി എൻ്റെ യൂസർ എക്സ്പീരിയൻസിന് വരാം. എനിക്ക് നല്ലൊരു അനുഭവമായിരുന്നു വണ്ടി ഓടിച്ചിട്ടുണ്ടായത്. എനിക്ക് നല്ല റേഞ്ച്, അത്യാവശ്യം നല്ല റേഞ്ച് കിട്ടി. പിന്നെ ഏകദേശം ഒരു 92 കിലോമീറ്ററൊക്കെ ഞാൻ ഒറ്റ സ്ട്രെച്ചിൽ